77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ ഭാരതം. കർത്തവ്യപഥിൽ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും പ്രകടമാക്കിയ പരേഡിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലയും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരായിരുന്നു പരേഡിലെ മുഖ്യാതിഥികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു സല്യൂട്ട് സ്വീകരിച്ചു. പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിഷ്ണു, പതിവ് രീതികളിൽ നിന്ന് മാറി ഒരു വാർ ഫ്രണ്ടിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സൈനിക ശക്തി, ആ രണഭേരി എങ്ങനെയായിരിക്കും മുഴക്കുക എന്നതിൻ്റെ കൃത്യമായ ഒരു ഒരു ചിത്രമായിരുന്നു ഇന്ന് ഭാരതം ഈ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒപ്പം യൂറോപ്യൻ യൂണിയന്റെ പ്രധാനപ്പെട്ട 2 അതിഥികളെയും ഇന്ന് നമ്മൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ക്ഷണിച്ചിരുന്നു. എല്ലാം കൊണ്ടും ഒരുപാട് സന്ദേശങ്ങൾ പലർക്കും നൽകാവുന്ന ഒരു റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയാണ് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പരേഡ് അവസാനിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് ശേഷം യുദ്ധസ്മാരകത്തിൽ, ദേശീയ യുദ്ധസ്മാരകത്തിൽ രാജ്യത്തിനു വേണ്ടി വലിയ ത്യാഗം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത്രയധികം ത്യാഗം ചെയ്തുകൊണ്ട് ജീവൻ തന്നെ ബലി നൽകിയിട്ടുള്ള സൈനികർക്ക് മുൻപിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരേഡിനും അതിൻ്റെ പരിപാടികൾക്കും തുടക്കം കുറിച്ചിട്ടുള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗരക്ഷകർക്കൊപ്പം, കുതിരപ്പടയോടൊപ്പം കർത്തവ്യപഥിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തി. യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസിഡന്റും കമ്മീഷൻ പ്രസിഡന്റും രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കർത്തവ്യപഥിൽ കണ്ടത് ഭാരതം എന്ന നമ്മുടെ രാജ്യം സാംസ്കാരികപരമായി എത്രത്തോളം സമ്പന്നമാണ്, സൈനികപരമായി എത്രത്തോളം ശക്തമാണ് എന്ന് പ്രകടമാക്കുന്ന, അത് ലോകത്തോട് വിളിച്ചു പറയുന്ന പരേഡാണ്. കർത്തവ്യപഥിൽ ഏകദേശം 90 മിനിറ്റിലധികം നീണ്ടു എന്ന പരേഡ് കടന്നുപോയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാം സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ യുദ്ധമുഖത്ത് എങ്ങനെയാണോ സൈനിക വിന്യാസം ഉണ്ടാവുക, ആ മാതൃകയിലാണ് സൈനികർ പരേഡിലേക്ക് എത്തിയത്. ഒപ്പം പുതിയ റെജിമെന്റുകൾ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രൂപീകരിച്ച ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ, അതുകൂടാതെ ശക്തിമാൻ റെജിമെന്റ്, ഇവ രണ്ടും ആദ്യമായി ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി, കൂടാതെ ആനിമൽ കണ്ടിജന്റ്, സൈന്യത്തിന്റെ ആനിമൽ കണ്ടിജന്റും ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി, കൂടാതെ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഉപരിതല റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം, കൂടാതെ S-400 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം, അത്തരത്തിൽ അത്യാധുനിക യുദ്ധോപകരണങ്ങളും സൈനികരുടെ വീര്യവും ഒരുപോലെ പ്രകടമാക്കുന്നതായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. കർത്തവ്യപഥിലെ റിപ്പബ്ലിക് ദിന പരേഡ് സൈന്യം എത്രത്തോളം ശക്തമാണ് എന്ന സന്ദേശം, അത് ലോകത്തിന് ഭാരതം നൽകുന്ന സന്ദേശമാണ്. ഇന്ന് സാമ്പത്തികപരമായി മാത്രമല്ല സൈനികപരമായും ഭാരതം എത്രത്തോളം ശക്തമാണ് എന്ന് പ്രകടമാക്കുന്നതായിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെ ഈ ഒരു പരേഡ്. സൈനികർക്ക് പിറകെ 30 നിശ്ചല ദൃശ്യങ്ങളും ഈ പരേഡിന്റെ ഭാഗമായി, അത് വിവിധ മന്ത്രാലയങ്ങളുടെയും കൂടാതെ സംസ്ഥാനങ്ങളുടേതും ഉൾപ്പെടെയുള്ള നിശ്ചല ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഈ പരേഡ് തന്നെ അണിയിച്ചൊരുക്കിയത് സ്വതന്ത്രതാ കാ മന്ത്ര വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നീ ആശയത്തിലൂന്നിക്കൊണ്ട് ഭാരതം എത്രത്തോളം സാംസ്കാരിക പാരമ്പര്യത്തെ കൈപ്പിടിക്കുന്നു, അത്രത്തോളം തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് വികസന കുതിപ്പിൽ മുന്നേറുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ആശയത്തിലായിരുന്നു ആ പരേഡ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ റഫേലും സുഖോയും ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ആകാശത്ത് തീർത്ത വിസ്മയത്തോടു കൂടിയാണ് 90 മിനിറ്റിലധികം നീണ്ടുനിന്ന കർത്തവ്യപഥിലെ പരേഡ് അവസാനിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. ഉപരാഷ്ട്രപതി, കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാർ, MP-മാർ, ഇവരെല്ലാം തന്നെ രാജ്യത്തെ ക്ഷണിക്കപ്പെട്ട പ്രത്യേകം അതിഥികൾ. അതിലുമുണ്ടായിരുന്നു പ്രത്യേകത. മുൻകാലങ്ങളിൽ പ്രമുഖ വ്യക്തികളെ മാത്രമായിരുന്നു പ്രത്യേകം ക്ഷണിതാക്കളായി എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടികളിലും സാധാരണക്കാരും ശുചീകരണ തൊഴിലാളികളും വരെ
പ്രത്യേക അതിഥികളായി എത്തുന്നു. അതിന് സമാനമായി 10,000-ഓളം പ്രത്യേക അതിഥികളും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ കർത്തവ്യപഥിൽ കൂടിയിട്ടുള്ള ജനങ്ങളിലൂടെ അല്ലെങ്കിൽ കർത്തവ്യപഥിൽ ആ പരേഡിലൂടെ ഭാരതത്തെയും ലോകത്തെയും നമ്മുടെ രാജ്യം വ്യക്തമാക്കിയത് നേരത്തെ ആദ്യഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൈനികപരമായി പ്രതിരോധ മേഖലയിൽ എത്രത്തോളം സുശക്തമാണ് ഭാരതം, എത്രത്തോളം ശക്തമാണ് ഭാരതം എന്ന് വ്യക്തമാക്കുകയും സാംസ്കാരിക പാരമ്പര്യം എത്രത്തോളം സമ്പന്നമാണ് എന്ന് പ്രകടമാക്കുകയുമായിരുന്നു കർത്തവ്യപഥിലെ ഈ ഒരു പരേഡ്. ശ്യാം. യെസ്, തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരേഡാണ് ഇപ്പോൾ രാജ്യവും ലോകവും സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രിയപ്പെട്ട ജിഷ്ണു കൃഷ്ണൻ.